ഇതാണ് ഡിസൈൻ ദ റീഇൻഫോഴ്സ്മെന്റ് ഫോർ എ കോളം ഓഫ് സൈസ് 300 mm by 400 mm. അപ്പൊ കോളത്തിന്റെ സൈസ് ഇവിടെ തന്നിട്ടുണ്ട് 300 by 400 അല്ലെ. അപ്പം ഒരു സൈഡ്, അതായത് ലീസ്റ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് 300 mm ആണ്. അതിന്റെ ലാർജസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 400 mm ആണ്. അതായത് റെക്ടാങ്കുലർ കോൾ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് ഒരു റെക്ടാങ്കുലർ കോൾ ആണ്. അതായത് 300 mm by 400 mm സൈസുള്ള ഒരു കോൾ ആണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഡിസൈൻ ചെയ്യാന്ന് പറയുമ്പോൾ ഈ ഒരു കോളത്തിന്റെ അകത്ത് വരുന്ന മെയിൻ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതേപോലെ തന്നെ അതിൽ വരുന്ന ലാറ്ററൽ ടൈസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. കോളത്തിന്റെ ഡിസൈനിൽ നമ്മൾ ചെയ്തിരുന്നു കഴിഞ്ഞ DCS 1 പഠിച്ച സമയത്ത്. മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യണം. അതുപോലെ തന്നെ ലാറ്ററൽ ടൈസ്, അതായത് സ്റ്റിറപ്പ് പോലെ പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യണം. 300 mm by 400 mm സൈസ് കോളത്തിന്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യണം. ഹാവിംഗ് ആൻ എഫക്റ്റീവ് ലെങ്ത് ഓഫ് 3.5 മീറ്റർ. അപ്പൊ എഫക്റ്റീവ് ലെങ്ത് നമുക്ക് പോസ്റ്റിൽ തന്നിട്ടുണ്ട് 3.5 മീറ്റർ അല്ലെ. രണ്ട് ടൈപ്പ് ലെങ്ത് ഉണ്ട്. ഒന്ന് എഫക്റ്റീവ് ലെങ്ത്തും അൺസപ്പോർട്ടഡ് ലെങ്ത്തും ഉണ്ട്. അൺസപ്പോർട്ടഡ് ലെങ്ത് എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു കോളത്തിന്റെ ഫുൾ ലെങ്ത് ആണ് അല്ലെ. അതായത് ഇപ്പൊ ഒരു ഫ്ലോറിൽ നിന്ന് നെക്സ്റ്റ് ഫ്ലോറിലേക്കുള്ള ആ കോളത്തിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഹൈറ്റ് ആണ് എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്. അൺസപ്പോർട്ടഡ് ലെങ്ത് എന്ന് പറയുന്നത്. എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് ആ ബെൻഡിങ്ങിൽ ടേക്ക് പാർട്ട് ചെയ്യുന്ന ലെങ്ത് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. ഇപ്പൊ അൺസപ്പോർട്ടഡ് ലെങ്ത് തന്നു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റീവ് ലെങ്ത് കാണാൻ പറഞ്ഞാൽ ഇപ്പൊ ആ കോളത്തിന്റെ സപ്പോർട്ട് കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് IS 456 കോഡിൽ നിന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് IS 456 കോഡും അതുപോലെ തന്നെ SP16 ചാർട്ടും, അതായത് SP16ന്റെ കോഡും IS 456ന്റെ കോഡും ഒന്ന് എടുത്തു വെക്കണം, കയ്യിലെടുത്ത് വെക്കണം. അപ്പൊ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ രണ്ട് കോഡും നമുക്ക് റെഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എഫക്റ്റീവ് ലെങ്ത് നമുക്ക് ഡയറക്റ്റ് തന്നില്ല. ഇപ്പം അൺസപ്പോർട്ടഡ് ലെങ്ത് ആണ് തന്നത്. എൻ കണ്ടീഷനും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ DCS 1 പഠിച്ച പോലെ നമുക്ക് അതിന്റെ എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കാം അല്ലെ. കോഡിന്റെ അകത്ത് IS 456 നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് എഫക്റ്റീവ് ലെങ്ത് തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് ഈ വാല്യൂ തന്നെ എടുക്കാം, 3.5 മീറ്റർ. പിന്നെ എ ഫാക്ടേർഡ് ആക്സിൽ ലോഡ് ഓഫ് 1000 kN. ഓക്കെ, ഫാക്ടേർഡ് ആക്സിൽ ലോഡ് ഓഫ് 1000 kN എന്ന് പറയുമ്പോൾ ഫാക്ടേർഡ് ആയിട്ടുള്ള ലോഡ്, അതായത് PU എന്ന് പറയുന്ന വാല്യൂ ആണ് 1000 kN. ഇൻ കേസ് ഇവിടെ ഫാക്ടേർഡ് ഇല്ല, ജസ്റ്റ് ആക്സിൽ ലോഡ് മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ അത് വെറും P ആയിട്ട് നമ്മൾ എടുക്കണം. PU എന്ന് പറയുന്നത് അതിനെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ വെച്ചിട്ട്, അതായത് 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ PU ആക്കി നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഫാക്ടേർഡ് ആക്സിൽ ലോഡ് ഡയറക്റ്റ് തന്നുകൊണ്ട് നമ്മളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഡയറക്റ്റ് ഈ വാല്യൂ തന്നെ എടുക്കാം. ആൻഡ് ഫാക്ടേർഡ് മൊമെന്റ് ഓഫ് 150 kN. അപ്പം ഫാക്ടേർഡ് മൊമെന്റ്, അതായത് MU എന്ന് പറയുന്ന വാല്യൂ 150 kN ആണ്. അപ്പം ഇത് യൂണി ആക്സിൽ ബെൻഡിങ്ങിന്റെ കേസ് ആയതുകൊണ്ട് ഇവിടെ ഒരു മൊമെന്റേ വരുള്ളൂ. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റിൽ ഒരൊറ്റ മൊമെന്റ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ബൈ ആക്സിൽ ബെൻഡിങ്ങിനൊക്കെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അവിടെ ആക്സിൽ ലോഡും ഉണ്ടാവും, രണ്ട് ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റും ഉണ്ടാവും. MUX ഒരു X ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ്, MUY Y ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ് ഉണ്ടാവും. എന്നാൽ ഇവിടെ യൂണി ആക്സിൽ ബെൻഡിങ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരൊറ്റ മൊമെന്റേ ഉള്ളൂ. അപ്പോൾ ആ മൊമെന്റ് ഡയറക്റ്റ് ഫാക്ടേർഡ് മൊമെന്റ് അല്ലെങ്കിൽ മൊമെന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരും. ഫാക്ടേർഡ് മൊമെന്റ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഈ വാല്യൂ തന്നെ ഡിസൈനിലേക്ക് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, ഫാക്ടർ ചെയ്തിട്ട് എടുക്കണമായിരുന്നു. 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എടുക്കണം. വെറും മൊമെന്റ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ. ഓക്കെ, അബൌട്ട് ദ മേജർ ആക്സിസ് ഓഫ് ദ കോളം. ഓക്കെ, കോളത്തിന്റെ മേജർ ആക്സിസ്, അതായത് വലിയ സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ആർ ആക്ടിങ് ഓൺ ദ കോളം യൂസിങ് M25 കോൺക്രീറ്റ് ആൻഡ് FE 415 സ്റ്റീൽ. അപ്പൊ ഇവിടെ യൂസ് ചെയ്യേണ്ട കോൺക്രീറ്റ് എന്ന് പറയുന്നത് 25 Nm/mm സ്ട്രെങ്ത് ഉള്ള കോൺക്രീറ്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് 25 Nm/mm. അതായത് FCK എന്ന് പറയുന്ന വാല്യൂ 25 വരുന്ന രീതിയിൽ ഉള്ള കോൺക്രീറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് FCK വാല്യൂ 25 Nm/mm. അതേപോലെ FY ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്ന 415 Nm/mm² ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ആ കോൺക്രീറ്റ് 25 ഗ്രേഡും 415 ഗ്രേഡും സ്റ്റീലും വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് പ്രൊവൈഡ് ദ റീഇൻഫോഴ്സ്മെന്റ് ഓൺ 2 sides ഓൺ ഓൾ ദ 4 sides എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ അതിന്റെ തിയറി പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു അല്ലെ, എന്താണ് 2 sidesന് കറസ്പോണ്ടിങ് ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ 4 sidesന് കറസ്പോണ്ടിങ് ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് ഞാൻ SP16ന്റെ ഓരോ ചാർട്ടും ഇപ്പൊ പേജ് നമ്പർ ഈ ചാർട്ട് നമ്പർ ഈ നമ്പർ മുതൽ ഈ നമ്പർ വരെ ഏത് ടൈപ്പ് ആണ്, എങ്ങനെ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, അത് വെച്ചിട്ട് ഞാൻ ഓരോന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് SP16 എടുക്കാം. ഇതാണ് SP16. SP16 ചാർട്ടിലേക്ക് വരുന്ന സമയത്ത് ഓക്കെ, നിങ്ങളെല്ലാരും കോഡ് കയ്യിൽ വെച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, ഇതാണ് ചാർട്ട് 24, ചാർട്ട് 25. ഇത് നമുക്ക് യൂണിയാക്സിൽ വരുന്ന കേസിൽ, യൂണിയാക്സിൽ ബെൻഡിങ് വരുന്ന കേസിൽ നമുക്ക് ഈ ചാർട്ട് മുതൽ യൂസ് ചെയ്യാം, 27 മുതൽ യൂസ് ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാർട്ടിൽ FY സ്റ്റീലിന്റെ ഗ്രേഡ് കാണാം, അതുപോലെ D'/D വാല്യൂ കാണാം. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഹെഡിങ് നോക്കിക്കഴിഞ്ഞാൽ കംപ്രഷൻ വിത്ത് ബെൻഡിങ്, അതായത് ബെൻഡിങ് വരുന്ന കേസിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ചാർട്ട് 27 മുതലുള്ളത് നമുക്ക് എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം റെക്ടാങ്കുലർ സെക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 2 സൈഡ്സ്. അതായത് ഇപ്പം നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഇപ്പൊ ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ 2 സൈഡിലും ഒരുപോലെ ആയിരിക്കും. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഫിഗർ കാണാം, ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഫിഗർ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇവിടെ BD എന്ന് പറഞ്ഞിട്ട് 2 സൈസ് കാണിച്ചിരിക്കുന്ന കാണാം. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 2 സൈഡ്സ് ആണ്, 2 സൈഡിലും ഒരുപോലെയാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം 4 റീഇൻഫോഴ്സ്മെന്റ് ഇവിടെ, 4 റീഇൻഫോഴ്സ്മെന്റ് ഇവിടെ. അതായത് 2 സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ് സെയിം ആണ്. അതായത് ഈ സൈഡിൽ 4 എണ്ണം, ഈ സൈഡിൽ 4 എണ്ണം. അതാണ് റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 2 സൈഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ 2 അല്ലേ, ഇവിടെ 4ഉം ഇവിടെ 2ഉം. അപ്പൊ അത് ഈ എല്ലാ സൈഡിലും ഒരുപോലെ അല്ല വന്നിട്ടുള്ളത് അല്ലെ, 2 സൈഡിലും ഒരുപോലെയാണ് വന്നിട്ടുള്ളത് അല്ലെ. അതായത് ഇവിടെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ 2 എണ്ണമാണ് ഉള്ളത്, ഇവിടെ 2 എണ്ണമാണ് ഉള്ളത്. ഒരു ബാർ ഇത്, ഒരു ബാർ ഇത്. ഈ സൈഡ് നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോഴും ഒരുപോലെയാണ്. ഇവിടെ നോക്കുമ്പോൾ 4 ബാർസ് ഉണ്ട്, ഈ സൈഡിൽ 4, ഈ സൈഡിൽ 4. അപ്പൊ ഇത് ഏതിന്റെ ക്രൈറ്റീരിയയിൽ വരുന്ന റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 2 സൈഡ്സ്, 2 സൈഡിലും ഒരുപോലെ റീഇൻഫോഴ്സ്മെന്റ് വരുന്ന കേസാണ്. ഓക്കെ, ഇനി കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇവിടെ കാണാം പല ഗ്രേഡ് സ്റ്റീലിനും അതുപോലെ തന്നെ D'/D പല വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇവിടെ ചാർട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, താഴോട്ട് വരുമ്പോൾ ഇതൊക്കെ റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 2 സൈഡ്സ് ആണ്, 2 സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചാർട്ടുകൾ തന്നെ ഈ 2 സൈഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാർട്ടാണ് നോക്കേണ്ടത്. ഏത് ഗ്രേഡ് ആണെന്നും D'/D വാല്യൂ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഏത് ചാർട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള എടുക്കുന്നത്. ഓക്കെ, ഇപ്പം ഈ 39ലേക്ക് വരുമ്പോൾ, ചാർട്ട് നമ്പർ 39ലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് റെക്ടാങ്കുലർ സെക്ഷൻ ആണ്, റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 4 സൈഡ്സ് ആണ് അല്ലെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 1, 2, 3, 4, 5, 6 എണ്ണം ഉണ്ട് ഒരു സൈഡിൽ. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6. ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 1, 2, 3, 4, 5, 6. അതായത് എല്ലാ സൈഡിലും ഒരുപോലെ തന്നെയാണ്, മനസ്സിലായോ? എല്ലാ സൈഡിലും ഒരുപോലെ ഒരേ നമ്പേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്ന ടൈപ്പാണ് റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 4 സൈഡ്സ് എന്ന് പറയുന്നത്. അതിൽ ഇതുപോലെ ഉണ്ട്, FYന്റെ വാല്യൂ പലതുണ്ട്, D'/Dന്റെ പലതുണ്ട്. FY ഇപ്പൊ 250 ആണെങ്കിൽ അതിൽ D'/Dക്ക് 4 വാല്യൂസ് ഉണ്ടാവും. D'/D 0.05, 0.10, 0.15, 0.20. അതുപോലെ ഓരോ ഗ്രേഡിനും ഉണ്ട്. FE 415 ആണെങ്കിൽ അതിനും ഇതേപോലെ 4 D'/Dന്റെ വാല്യൂന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാർട്ട് ഉണ്ട്. അതുപോലെ FY 500 ആണെങ്കിലും ഇതുപോലെ 4 എണ്ണം ഉണ്ടാവും. അത് 2 സൈഡിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനുണ്ട്, ഇതേപോലെ 4 സൈഡിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഉണ്ട് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ. ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു സർക്കുലർ ക്രോസ് സെക്ഷൻ്റെതും ഉണ്ട്. സർക്കുലർ ക്രോസ് സെക്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ മുതലാണ് ചാർട്ട് നമ്പർ 51 മുതലാണ്, ചാർട്ട് നമ്പർ 51 മുതലാണ് സർക്കുലർ സെക്ഷന്റെ കേസ് തുടങ്ങുന്നത്. അപ്പൊ സർക്കുലർ കോൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ചാർട്ട് 51 മുതലുള്ള നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 2 സൈഡ്സും റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 4 സൈഡ്സും എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മളോട് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വൺ ഓൺ 2 സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ട പോലെ 2 സൈഡിൽ ഒരുപോലെ റീഇൻഫോഴ്സ്മെന്റ് വരുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യണം. രണ്ടാമത്തെ കേസിൽ എല്ലാ സൈഡിലും റീഇൻഫോഴ്സ്മെന്റ് നമ്പേഴ്സ് സെയിം വരുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ്. അപ്പം ഗിവൺ ഡാറ്റ എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഗിവൺ ഡാറ്റ. ഒന്ന് എടുത്ത് എഴുതാം. ഗിവൺ ഡാറ്റ LE = 3.5 മീറ്റർ.
എഫക്റ്റീവ് ലെങ്ത് ആണ്. PU ഫാക്ടേർഡ് ലോഡ് 1000 kN, MU 150 kN/m, FCK 25 Nm/mm², FI 415 Nm/mm², P/D എന്ന് പറയുന്നത് 300/400 ആണ്. അപ്പം P എന്ന് പറയുന്നത് 300ഉം വലുത് നമുക്ക് D എന്നും എടുക്കാം. ഓക്കെ, D = 400 ആണ്. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമ്മൾ കോളം ഡിസൈൻ ചെയ്യണം. ഓക്കെ, ഈ ഒരു ചാർട്ട് നമുക്ക് തന്നേന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു വർക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പല എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് എഞ്ചിനീയേഴ്സ് ഈ ചാർട്ട്സ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച ചാർട്ടിന്റെ അകത്ത് കോളംസ് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. ഏരിയ ഓഫ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ് അല്ലെ. അപ്പൊ ഇതില് നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെന്റിന്റെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഏത് ഡയമീറ്റർ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ എത്ര നമ്പേഴ്സ് വേണം എന്നുള്ളതും നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതില് ASC കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ സെമ്മിലെ DCS 1 നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ മെയിൻ ബാസിന് ഡൈയും അതുപോലെ നമ്പേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. എന്നാൽ ഇതില് ASC കണ്ടുപിടിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ SP16 ചാർട്ട് യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതുപോലെ തന്നെ സിമിലർ ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ ഈ ചാർട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എത്ര ടോട്ടൽ ആ സ്റ്റീലിന് ക്രോസ് സെക്ഷണൽ ഏരിയ വേണം, ഇത്രയും ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ള റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്താലാണ് ഇത് സേഫ് ആവുക എന്നുള്ളത് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ SP16 ചാർട്ട്സ് നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വർക്ക് കുറച്ചും കൂടി ഈസി ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞു. ഇത് ഒരുപാട് എക്സ്പെരിമെന്റ്സ്, അതായത് കുറെ രീതിയിൽ ചെക്ക് ചെയ്ത് സ്റ്റഡി ചെയ്ത് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് വരച്ചിരിക്കുന്ന ചാർട്ടുകളാണ്. അപ്പൊ നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഡിസൈൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. നമ്മുടെ വർക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് കോളത്തിന്റെ ഡിസൈൻ ഈ SP16 ചാർട്ട് യൂസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, അപ്പം മെയിൻ റീഇൻഫോഴ്സ്മെന്റിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് ഞാൻ 3 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഞാൻ നിങ്ങൾക്ക് ഡിസൈൻ സ്റ്റെപ്സ് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഞാൻ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒന്നുമില്ല, ഒന്നിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി അങ്ങനെ കാണിച്ചെന്ന് മാത്രം. അതുപോലെ ഇതിന് ശേഷം ഇനി നമ്മൾ ലാറ്ററൽ റീഇൻഫോഴ്സ്മെന്റ്, അതായത് ലാറ്ററൽ ടൈസും കൂടി ഡിസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് മെയിൻ ബാസ് നമ്മൾ ആ കോളത്തിൽ ലോഞ്ചിറ്റ്യൂഡനൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ലാറ്ററൽ ടൈസ് ഈ ലോഞ്ചിറ്റ്യൂഡനൽ റീഇൻഫോഴ്സ്മെന്റിനെ ചുറ്റി പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഈ ലാറ്ററൽ ടൈസ് എത്ര സ്പേസിംഗിൽ പ്രൊവൈഡ് ചെയ്യണം, ഓക്കെ, ഏത് ഡയ പ്രൊവൈഡ് ചെയ്യണം, എത്ര സ്പേസിംഗിൽ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ DCS 1 പഠിച്ചതുപോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് ആദ്യം ഏരിയ ഓഫ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ അതില് ഫസ്റ്റ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ് കാൽക്കുലേറ്റ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഏത് ചാർട്ട് റെഫർ ചെയ്യണം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. ഏത് ചാർട്ടാണ് റെഫർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം അത് നോക്കാൻ വേണ്ടി നമ്മളിപ്പം ചെയ്യുന്നത് നമ്മളെ പ്രോബ്ലത്തിലെ ഫസ്റ്റ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെന്റ് ഈക്വലി ഓൺ 2 സൈഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതായത് 2 സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈക്വൽ നമ്പർ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോബ്ലം ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചാർട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് ഇത് തന്നെയാണ്, എങ്ങനെയാണ് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈക്വലി ഓൺ 2 സൈഡ്സ് ആണ്. ഓക്കെ, അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ചാർട്ടില് ഈ SP16 സെപ്പറേറ്റ് ചാർട്ട്സ് ഉണ്ട് അല്ലെ. ഈക്വലി ഓൺ 2 സൈഡ്സും ഈക്വലി ഓൺ 4 സൈഡ്സും സെപ്പറേറ്റ് ചാർട്ട്സ് ഉണ്ട്. അപ്പൊ ഈക്വലി ഓൺ 2 സൈഡ്സ് വരുന്ന ചാർട്ടാണ് റെഫർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യം നമുക്ക് കിട്ടി. അതൊന്ന്. പിന്നെ രണ്ടാമത് നോക്കേണ്ടത്, നമ്മൾ ആ ചാർട്ടിൽ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാർട്ട് എടുക്കാം, ജസ്റ്റ് ഏതെങ്കിലും SP16 ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ എടുക്കാം. ഇപ്പം ചാർട്ട് നമ്പർ 44 ഇപ്പം ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. അതില് ഒരു കാര്യം നോക്കേണ്ടത് ഇതാണ്, ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞു, റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 4 സൈഡ്സ് ആണോ, റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 2 സൈഡ്സ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പ്രകാരം ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ 2 സൈഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ 2 സൈഡ്സ് വരുന്ന ചാർട്ട് വേണം എടുക്കാൻ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെയുള്ള ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ FYന്റെ വാല്യൂയും D'/D യുടെ വാല്യൂ ഉണ്ട്. ഓക്കെ, FY വാല്യൂ എന്ന് പറയുന്നത് ഗ്രേഡ് ഓഫ് സ്റ്റീൽ ആണ്. D'/D എന്ന് പറയുന്നത്, ഇതിൽ D' എന്ന് പറയുന്നത് എഫക്റ്റീവ് കവർ ആണ്. ഓക്കെ, എഫക്റ്റീവ് കവർ ടു മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ D എന്ന് പറയുന്നത് മേജർ ആക്സിസ്, അതായത് വലിയ സൈസ് എടുക്കാം നമുക്ക് ഇപ്പൊ ഈ ഒരു ടൈപ്പ് പ്രോബ്ലം, ഈ ഒരു പ്രോബ്ലത്തിൽ.
ഓക്കെ, അപ്പം നമുക്ക് ഡി എന്ന് പറയുന്നത് ഇവിടെ 400 ആണ്. ഓക്കെ, ഡി ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് അസ്യൂം ചെയ്യണം. അസ്യൂം ചെയ്തിട്ട് വേണം ഡി ഡാഷ് ബൈ ഡി എടുക്കാനായിട്ട്. അപ്പൊ ഡി ഡാഷ് ബൈ ഡി വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും, എഫ് വൈ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ എങ്ങനെയാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ നമ്മളെ ഗ്രേഡ് ഓഫ് സ്റ്റീൽ 415 തന്നെയാണ്, എന്നാൽ 2 സൈഡ്സിൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം, ഇപ്പൊ 2 കാര്യങ്ങൾ നമുക്ക് ഇവിടെ ക്ലിയർ ആണ്, എഫ് വൈയും ക്ലിയർ ആണ്, എങ്ങനെ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം, 2 സൈഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതും ക്ലിയർ ആണ്. ഇനി മൂന്നാമത് നമുക്ക് വേണ്ടത് ഡി ഡാഷ് ബൈ ഡി എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡി ഡാഷ് അസ്യൂം ചെയ്യണം. ഓക്കെ, അസ്യൂം ഡി ഡാഷ് ഇസ് ഈക്വൽ ടു, ഞാൻ ഇവിടെ 60 mm അസ്യൂം ചെയ്യാണ്. അപ്പം കോളത്തില് നോമിനൽ കവർ പ്രൊവൈഡ് ചെയ്യേണ്ടത് 40 ആണ് അല്ലെ, ആസ് പെർ കോഡ് IS 456 നോമിനൽ കവർ കോളത്തിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത് മിനിമം കവർ 40 ആണ്. ഓക്കെ, അപ്പൊ 40 mm കവർ കോളത്തിൽ പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയിരുന്നു അല്ലെ. അതിനുശേഷം പിന്നെ വരുന്നത് നമ്മളെ ലാറ്ററൽ ടൈസ് വരും അല്ലെ, ലാറ്ററൽ ടൈസ് വരും, അതിന്റെ അകത്താണ് നമ്മളെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് വരുന്നത്. അപ്പം നമുക്ക് ഈ ഒരു എൻഡിൽ നിന്ന് ആ മെയിൻ റീഇൻഫോഴ്സ്മെന്റിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഡി ഡാഷ് എന്ന് പറയുന്നത്, എഫക്റ്റീവ് കവർ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പൊ ക്ലിയർ കവർ 40 അവൈലബിൾ ആണ്, പ്ലസ് ഇപ്പം ടൈസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 8 mm ഡൈ ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്തു. ജസ്റ്റ് നമുക്ക് ഈ ഒരു വാല്യൂ ഏകദേശം മതി, ഡി ഡാഷിന്റെ വാല്യൂ. ഇപ്പൊ ഞാൻ 8 mm ആണ് എടുക്കുന്നത് എന്നുള്ള അസ്യൂം ചെയ്താൽ ഇപ്പം 40 + 8 48 ആയി. ഇനി അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ ബാറിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഇപ്പൊ മെയിൻ ബാർ ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഏകദേശം ഒരു 25 എന്നുള്ള രീതിയിൽ എടുത്തോളൂ, ഏകദേശം അസ്യൂം ചെയ്യാണ്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നാലും കുഴപ്പമില്ല, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കവർ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ്. ഇപ്പൊ 25 mm ബാർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 12.5 ആണ് അല്ലെ. അപ്പൊ 40 നോമിനൽ കവർ പ്ലസ് ലാറ്ററൽ ടൈസിന്റെ ഡയ 8 പ്ലസ് മെയിൻ ബാർസിന്റെ ഡയന്റെ ഹാഫ്. ഓക്കെ, അപ്പം 40 + 8 + 12.5 ഏകദേശം 60.5 എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കോമൺ ആയിട്ട് ഇപ്പൊ ഏത് ഡിസൈൻ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് 60 mm എന്നുള്ള രീതിയിൽ കവർ എടുക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ അസ്യൂം ചെയ്തിട്ട് 50 എടുത്താലും കുഴപ്പമൊന്നുമില്ല, 50 mm എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നോമിനൽ കവർ 40 mm ഉണ്ടായിരിക്കണം. ബാക്കിയുള്ള നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബാസിനൊക്കെ അനുസരിച്ചിട്ടാണ് വരിക. ഇൻ കേസ് ഇത് അത്ര പെർഫെക്റ്റ് ആയില്ലെങ്കിൽ ഒരു 50 mm എന്നുള്ള രീതിയിൽ എഫക്റ്റീവ് കവർ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഞാൻ ഡി ഡാഷ് എന്നുള്ളത് 60 mm അസ്യൂം ചെയ്യാണ്. എങ്ങനെയാണ് ഞാൻ ഈ 60ലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഞാനിപ്പം പറഞ്ഞത്. അതിന്റെ നോമിനൽ കവർ പ്ലസ് ലാറ്ററൽ ടൈസിന്റെ ഡയ പ്ലസ് അതുപോലെ തന്നെ മെയിൻ ബാറിന്റെ ഡയന്റെ ഹാഫ് ആഡ് ചെയ്തിട്ട്. ഓക്കെ, ഏകദേശം എടുക്കുന്നതാണ്. അപ്പൊ അത്രയും പെർഫെക്റ്റ് ആവണമെന്നില്ല, എന്നാലും 40 mm ഒരിക്കലും നോമിനൽ കവർ കുറയാൻ പാടില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എഫക്റ്റീവ് കവർ 50 mm എന്നുള്ളത് അസ്യൂം ചെയ്യാം, 60 അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ 60 mm എന്നുള്ളത് അസ്യൂം ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഡി ഡാഷ് ഇസ് ഈക്വൽ ടു 60 mm അസ്യൂം ചെയ്തു. ഇനി ഡി ഡാഷ് ബൈ ഡി എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ബെൻഡിങ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മാക്സിമം വരുന്ന വാല്യൂ ഡി 400 തന്നെ ഇവിടെ എടുക്കാം. അപ്പൊ ഡി ഡാഷ് ബൈ ഡി ഈസ് ഈക്വൽ ടു 60/400. ഓക്കെ, 60/400 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡി ഡാഷ് ബൈ ഡിന്റെ വാല്യൂ 0.15 എന്ന് പറഞ്ഞു. അപ്പൊ ഡി ഡാഷ് ബൈ ഡിന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ കോഡിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് അവിടെ ഡി ഡാഷ് ബൈ ഡി 0.10, ഡി ഡാഷ് ബൈ ഡി 0.15, ഡി ഡാഷ് ബൈ ഡി 0.05, അതുപോലെ ഡി ഡാഷ് ബൈ ഡി 0.20 അങ്ങനെയൊക്കെ പറഞ്ഞു കാണാം. 4 വാല്യൂസ് ആണ് ഉണ്ടാവുക ഡി ഡാഷ് ബൈ ഡിന്റെ. ഏതൊക്കെയാണ്? 0.05, 0.10, 0.15, 0.20. അപ്പൊ ഇൻ കേസ് ഇപ്പൊ നിങ്ങൾ ഇതുപോലെ ഡി ഡാഷ് ബൈ ഡി ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പം 0.12 അല്ലെങ്കിൽ 0.11 എന്നൊക്കെ പറഞ്ഞാൽ കിട്ടിയെങ്കിൽ തൊട്ടടുത്ത വാല്യൂ എടുക്കാം. അതായത് അവിടെ നമുക്ക് ചാർട്ട് സെലക്ട് ചെയ്യുമ്പോൾ 0.15 വരുന്ന ചാർട്ട് എടുക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ 0.11, 0.12, 0.13 ഒക്കെ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തൊട്ടടുത്ത വാല്യൂ ഡി ഡാഷ് ബൈ ഡിന്റെ ചാർട്ടിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ എടുക്കാം. അതിപ്പം 0.15 എടുക്കാം. ഇപ്പം 0.10 കുറവ് വരുന്നതൊക്കെ നമുക്ക് 0.10 എടുക്കാം. ഇപ്പൊ 0.05 കുറവ് വരുന്ന വാല്യൂസ് ഉണ്ടെങ്കിൽ 0.05 എന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, അതായത് ഇപ്പം 0.15 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 0.17 ഒക്കെ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് വാല്യൂ അതായത് 0.20 എന്നുള്ള വാല്യൂ എടുക്കാം. ഓക്കെ, അങ്ങനെ ആ രീതിയിൽ എടുക്കാം.
ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് 0.15 എന്ന് പറഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ d'/d 0.15 വരുന്ന ചാർട്ട് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ d'/d വാല്യൂ 0.15, ഗ്രേഡ് ഓഫ് സ്റ്റീൽ 415, അതുപോലെ റീഇൻഫോഴ്സ്മെന്റ് ഈക്വലി ഓൺ 2 സൈഡ്സ്. അപ്പൊ d'/d 0.15, ഗ്രേഡ് ഓഫ് സ്റ്റീൽ 415 Nm², റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈക്വലി ഓൺ 2 സൈഡ്സ്. അപ്പൊ നമുക്ക് ഏത് ചാർട്ടാ റെഫർ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് നോക്കിയിട്ട് പറയാൻ പറ്റുമോ, ഏത് ചാർട്ടാ റെഫർ ചെയ്യേണ്ടത് എന്നുള്ളത്? ഓക്കെ, അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ചാർട്ട് ഏതാണ്? 33 ആണ് സെലക്ട് ചെയ്യേണ്ടത്. ചാർട്ട് 33 സെലക്ട് ചെയ്യാൻ കാരണം റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 2 സൈഡ്സ്, രണ്ട് സൈഡിലും. അപ്പൊ ഇവിടെ ഫിഗറിൽ കാണുന്ന പോലെ ഇതുപോലെയാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതായത് ഈ സൈഡിൽ ഇപ്പം ഈ ഒരു ഫിഗർ പ്രകാരം ഇവിടെ 4 ഉണ്ട്, ഈ സൈഡ് നോക്കുകയാണെങ്കിൽ 2, അതായത് രണ്ട് സൈഡിലും റീഇൻഫോഴ്സ്മെന്റിന്റെ നമ്പേഴ്സ് ഒരേപോലെ വരണം, സിമെട്രിക്കലായി വരണം. ഓക്കെ, അപ്പം അതുപോലെ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ 2 സൈഡ്സ് പ്രൊവൈഡ് ചെയ്യണം, അതൊന്ന്. രണ്ടാമത് 415 ആണ് ഗ്രേഡ് ഓഫ് സ്റ്റീൽ, d'/d 0.15. അപ്പൊ ഇതാണ് നമ്മുടെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്ത് വരുന്ന ചാർട്ട്. ഓക്കെ, 3 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ചാർട്ട് നമ്പർ 33 ആണ് റെഫർ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ഈ ചാർട്ടിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാല് ഓക്കെ നിങ്ങൾക്ക് കാണാം ഇവിടെ താഴെ mu/FCK/BD² എന്ന് കാണാം അല്ലെ. അതേപോലെ എല്ലാവരും ചാർട്ട് എടുത്ത് കയ്യിൽ വെക്കണേ. SP16 ബുക്ക്, കോഡ് ബുക്ക് എടുത്ത് കയ്യിൽ വെക്കണം. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ PU/FCK/BD എന്ന് കാണാം. ഓക്കെ, PU/FCK/BD y ആക്സിസിലും mu/FCK/BD² x ആക്സിസിലും ഇതിന്റെ കുറെ വാല്യൂസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കുറെ കേർവ്സ് കാണാം അല്ലെ. ഇവിടെ കേർവ്സ് നിങ്ങൾക്ക് കാണാം. ഓരോ കേർവിലും ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0 എന്നാണ് കാണുന്നത്, ഇവിടെ 0, ഇവിടെ 0.02, 0.04, 0.06 എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഓരോ കേർവ്സും ഉള്ളത്. ഈ ഇന്ററാക്ഷൻ കേർവ്സ് ഒക്കെ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, ഇതിന്റെ തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ടാവുന്ന വിചാരിക്കുന്നു, തിയറി പറഞ്ഞിരുന്നു. അപ്പം ഇതിൽ ഈ ഒരു വാല്യൂസ് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? P/FCK വാല്യൂവിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. P/FCK വാല്യൂ, P/FCK വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 0.02, 0.04, 0.06 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ 3 ടേംസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എക്സ് ആക്സിസിൽ mu/FCK/BD². mu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ്, ഫാക്ടേർഡ് ബെൻഡിങ് മൊമെന്റ് ഡിവൈഡ് ബൈ FCK എന്ന് പറയുന്ന ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. B എന്ന് പറയുന്നത് ഇതിന്റെ ആ കോളത്തിന്റെ നമ്മൾ എടുത്തിരിക്കുന്ന ഇപ്പൊ മേജർ ആക്സിസ് ആയിട്ട് എടുത്തിരിക്കുന്ന ഇപ്പൊ D ആണ്, അതായത് വലിയ സൈസ് ആണ്, D ആണ്. നമ്മളെ ക്വസ്റ്റിലും അത് തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പം B 300, D എന്ന് പറയുന്ന 400. അപ്പൊ mu/FCK/BD² വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ PU/FCK/BD എന്ന് പറയുന്ന വാല്യൂ, PU എന്ന് പറയുന്നത് ഫാക്ടേർഡ് ലോഡ് ആണ്, അത് നമുക്ക് ഓൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. FCK/BD അവൈലബിൾ ആണ്, നമുക്കതും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് വേണ്ടത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നത് പെർസെന്റേജ് ഓഫ് സ്റ്റീൽ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ പെർസെന്റേജ് ഓഫ് സ്റ്റീൽ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്ന ഇക്വേഷൻ ഇവിടെ ഉണ്ട്, അതായത് അല്ലെങ്കിൽ ആ ടേം ഇവിടെ ഉണ്ട്. P/FCK ആണ്. അതിൽ P എന്ന് പറയുന്നത് പെർസെന്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആണ്, പെർസെന്റേജ്. അപ്പൊ P/FCK, ഏത് P/FCK ആണ് നമുക്ക് ഈ കറസ്പോണ്ടിങ് mu/FCK/BD² PU/FCK/BD ആയിട്ട് വരുന്നതെന്നുള്ളത് നമ്മൾ ഇതിന്റെ അകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ P/FCK വെച്ചിട്ട് FCK വാല്യൂ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് P/FCK 0.26 എഴുതിയിരിക്കുന്ന കാണാം. അപ്പം P/FCK നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ ചാർട്ടിൽ നിന്ന് നിങ്ങൾ വാല്യൂസ് എടുത്തിട്ട് കിട്ടിയിരിക്കുന്ന 0.26 ആണെങ്കിൽ പെർസെന്റേജ് എന്ന് പറയുന്നത് FCK × 0.26 ആയിരിക്കും. മനസ്സിലായോ? FCK എന്ന് പറയുന്നത് ഈ ഒരു പ്രോബ്ലത്തിൽ 25 ആണ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. അപ്പൊ 25 × 0.26 ചെയ്താൽ കിട്ടുന്ന എത്രയാണോ അതായിരിക്കും നമുക്ക് ഇവിടെ റിക്വയർഡ് ആയിട്ടുള്ള പെർസെന്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് അത് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ചാർട്ടിൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. FY, D'/D, B, അതുപോലെ D' നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ എൻഡിൽ നിന്ന് റീഇൻഫോഴ്സ്മെന്റ് സെന്റർ വരെയുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എഫക്റ്റീവ് കവർ ആണ്. ഓക്കെ, അതുപോലെ ഈ mu/FCK/BD², PU/FCK/BD, ഈ ഓരോ കേർവ്സും P/FCK ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 4, ഏരിയ ഓഫ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ്. അസ്യൂം D' = 60. അപ്പൊ D'/D നമുക്ക് 0.15, ഗ്രേഡ് ഓഫ് സ്റ്റീൽ 415 Nm². അതുപോലെ റീഇൻഫോഴ്സ്മെന്റ് ഈക്വലി ഓൺ 2 സൈഡ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ റെഫർ ചെയ്യേണ്ട ചാർട്ട് എന്ന് പറയുന്നത് 33 ആണ്. ഓക്കെ,
ഇനി ഈ ചാർട്ടിലുള്ള വാല്യൂസ്, അതായത് ഇപ്പോൾ നമ്മൾ കണ്ടു എക്സ് ആക്സിസിലും വൈ ആക്സിസിലുള്ള ടേം നമ്മൾ കണ്ടു. എക്സ് ആക്സിസിലുള്ള ടേം എന്ന് പറയുന്നത് mu/fck BD² ആണ്, വൈ ആക്സിസിലുള്ള PU/fck BD ആണ്. അപ്പൊ ഈ രണ്ട് വാല്യൂസ് എത്രയാ വരുന്നതെന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ PU/fck BD ചെയ്ത് കഴിഞ്ഞാൽ PU എന്ന് പറയുന്നത്, എല്ലാവരും ശ്രദ്ധിക്കണേ, PU എന്ന് പറയുന്നത് 1000 കിലോ ന്യൂട്ടൺ ആണ്. അപ്പൊ അതിനെ ന്യൂട്ടണിലേക്ക് ആക്കി 1000 × 10⁻³ ന്യൂട്ടൺ ഡിവൈഡ് ബൈ FCK ന്യൂട്ടൺ പെർ mm²ലാണ്. അതുകൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇത് ന്യൂട്ടണിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതുപോലെ ഈ ചാർട്ടിൽ ഉള്ള വാല്യൂസും ആ ന്യൂട്ടൺ പെർ mm²ന് ന്യൂട്ടനും mm ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ ഉള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, PU/fck BD 1000 × 10⁻³ ന്യൂട്ടൺ, FCK 25 ന്യൂട്ടൺ പെർ mm², B 300 എന്ന് പറയുന്ന mm, D 400 mm. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്നത് 0.333 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും PU/fck BD. mu/fck BD² ചെയ്ത് കഴിഞ്ഞാൽ mu എന്ന് പറയുന്നത് 150 × 10⁻⁶ ആണ്. ഓക്കെ, FCK എന്ന് പറയുന്നത് 25, B 300, D 400. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കിലോ ന്യൂട്ടണിലാക്കുകയാണെങ്കിൽ എല്ലാം കിലോ ന്യൂട്ടണിലാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, FCK എന്നുള്ളത് കിലോ ന്യൂട്ടണിലാക്കിയിട്ട് ചെയ്യാം, ബിയും ഡിയും ഒക്കെ മീറ്ററിലാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പം രണ്ടും ഒരേപോലെ കൊടുക്കുക. അതായത് ഇവിടെ ഇപ്പം mu എന്ന് പറയുന്ന കിലോ ന്യൂട്ടൺ മീറ്ററിലാണെങ്കിൽ ഇതും അതുപോലെ തന്നെ ടേംസ് ഒക്കെ കിലോ ന്യൂട്ടണിലും മീറ്ററിലും ആയിരിക്കണം എല്ലാ കാര്യങ്ങളും വരും. ഓക്കെ, അപ്പം ഏത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈസി എന്ന് പറയുന്നത് mm-ലാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് PU ഉള്ളത് ന്യൂട്ടണിലാക്കി, FCK ന്യൂട്ടൺ പെർ mm² ആക്കി, ബിയും ഡിയും mm-ലാക്കി. അതേപോലെ ഇവിടെയും ഇത് mu എന്ന് പറയുന്ന വാല്യൂ ന്യൂട്ടണിലാക്കി, ഇത് ന്യൂട്ടൺ പെർ mm²ലാണ് ഓൾറെഡി ഉള്ളത്. ന്യൂട്ടൺ mm, mu, FCK ന്യൂട്ടൺ പെർ mm², B mm, D mm. ഓക്കെ, mm². അപ്പം എല്ലാ ടേംസും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടും. PU/fck BD 0.33ഉം mu/fck BD² 0.125ഉം കിട്ടി. ഇനി ഇതിന്റെ അകത്തുനിന്ന് നമ്മൾ എടുക്കേണ്ടത് ഈ രണ്ട് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് P/fck വാല്യൂ എത്രയാ വരിക എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, P/fck വാല്യൂ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ PU/fck BD നമുക്ക് കിട്ടിയിരിക്കുന്ന 0.333 ആണ് അല്ലെ. 0.333 എന്ന് പറയുമ്പോൾ ഇതിപ്പോ നോക്കുകയാണെങ്കിൽ 0, 0.1, 0.3, 0.3, 0.2, 0.3, അപ്പൊ 0.3 കഴിഞ്ഞ് 0.4, ഇതിന്റെ ഇടയ്ക്ക് 1, 2, 3, 4, 5 അല്ലെ. 1, 2, 3, 4, 5 ഡിവിഷൻസ് ഉണ്ട്, 5 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0.32 ആയിരിക്കും. 0.32, 0.34, 0.36, 0.38, 0.4. ഓക്കെ, അപ്പം 0.32 എന്ന് പറയുന്ന ഇവിടെ വരും, ഇത് 0.4 വരും. നമുക്ക് 0.33 ആയതുകൊണ്ട് ഇതിന്റെ ഏകദേശം ഈ 0.3 കഴിഞ്ഞിട്ട് ഈ 0.3ന്റെയും ഈ നെക്സ്റ്റ് ഈ 0.4ന്റെയും ഇടയിൽ വരുന്നതായിരിക്കും അല്ലെ. അതായത് 0.2 ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് 0.4 ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക്, അതായത് ഇതിന്റെ ഹാഫിനേക്കാളും ഹാഫ് കഴിഞ്ഞിട്ട് ജസ്റ്റ് മേലെയായിട്ടായിരിക്കും. ക്ലിയർ ആണോ? അതായത് 0.3 ആണിത്. നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്ന 0.32 ആണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ഞാൻ കേഴ്സർ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് 0.34 ആണ്. 0.36 ആണ്. ഇത് 0.38 ആണ്. ഇത് 0.4. അപ്പൊ ഇത് 0.2 കഴിഞ്ഞു, 0.4 ഇത്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കായിരിക്കും. അപ്പൊ 0.3 എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെ ഹാഫിലായിരിക്കും. അപ്പൊ ഹാഫിനേക്കാളും ജസ്റ്റ് ഒന്ന് മേലെ ആയിരിക്കും 0.33 എന്ന് പറഞ്ഞ വാല്യൂ വരെ. ഓക്കെ, അപ്പം രണ്ട് വാല്യൂസ് പറഞ്ഞു. ഇപ്പൊ ഇവിടെ mu/fck BD² അല്ലെ, ഇവിടെ 0 ആണ്, ഇവിടെ 0.1, ഇവിടെ 0.2, ഇവിടെ 0.3. ഓക്കെ, നമ്മുടെ വാല്യൂ എന്ന് പറയുന്ന 0.125 ആണ്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ 0.1ന്റെയും 0.2ന്റെയും ഇടയ്ക്ക് 10 ഡിവിഷൻസ് കാണാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റ് ഡിവിഷനിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.11 ആയിരിക്കും. 0.11, 0.12, 0.13, 0.14, 0.15, 0.16, 0.17, 0.18, 0.19, 0.2. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.125 ആണ് അല്ലെ. 0.125 തന്നെ അല്ലേ? 0.125, യെസ്, 0.125 തന്നെയാണ്.
ഇപ്പൊ 0.125 എവിടെയാ വരിക എന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലെ. ഇത് 0.1 ആണെങ്കിൽ ഇത് 0.11 ആയിരിക്കും. ഓക്കെ, കേസർ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 0.11, ഇത് 0.12, ഇത് 0.13. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയിലായിരിക്കുമല്ലോ വരിക. 0.125 എന്ന് പറയുമ്പോൾ കറക്റ്റ് ഇതിന്റെ ഹാഫിലായിരിക്കും അല്ലെ. 0.125 എന്ന് പറയുമ്പോൾ കറക്റ്റ് ഇതിന്റെ ഹാഫിലായിരിക്കും വരിക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി mu/FCK/BD² എവിടെയായി ഈ ചാർട്ടിൽ വരുന്നതെന്നുള്ളതും 0.333 എവിടെയാ വരുന്നതെന്നുള്ളതും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള P/FCK വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് ഇവിടെ നോക്കാം. ഇത് 0.125 ആന്ന് പറഞ്ഞില്ലേ. 0.125 ഇതാണെങ്കിൽ ഇതിന്റെ നേരെ മേലോട്ടേക്ക് നിങ്ങൾ ഒരു സ്കെയിൽ വെക്കുക. ആ 0.125ന്റെ അവിടെ വരുന്ന രീതിയിൽ സ്കെയിൽ നേരെ മേലോട്ട് വെക്കുക. ഓക്കെ, അപ്പൊ സ്കെയിൽ ഇങ്ങനെ പോകും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ 0.33 എന്ന് പറയുന്ന വാല്യൂ വരുന്നത് 0.333 എന്ന് പറയുന്നത് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ഓക്കെ, അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് ഒരു സ്കെയിൽ വെക്കുക. 0.33 കറസ്പോണ്ട്. അപ്പൊ അത് എവിടെയാ ഇന്റർസെക്ട് ചെയ്യുന്നത് നോക്കുക. ഈ ലൈനും അതായത് 0.125 പോകുന്ന ലൈനും 0.333 പോകുന്ന ലൈനും എവിടെയാണ് ഇന്റർസെക്ട് ചെയ്യുന്നത് നോക്കുക. അതിനോട് ചേർന്ന് വരുന്ന, അതായത് ഇപ്പോ അതിന്റെ തൊട്ട് മേലെ അല്ലെങ്കിൽ അതിൽ എവിടെയാണോ ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ലൈ ചെയ്യുന്നത്, അതാണ് നമ്മുടെ P/FCK വാല്യൂ. ഓക്കെ, ഞാനൊന്ന് ജസ്റ്റ് കാണിക്കാം എത്രമാത്രം. ഇത് ക്ലാസ് എന്നാണെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കോഡ് വെച്ച് പറയായിരുന്നു. ഞാനിത് എത്രമാത്രം എഫക്റ്റ് ആവും എന്നറിയില്ല, നോക്കാം, ശ്രമിക്കാം. അപ്പൊ ഇതാണ് ഞാനിത് ജസ്റ്റ് ഇപ്പോൾ പെയിന്റിലേക്ക് എടുത്തിട്ടാണ് നിങ്ങൾക്ക് കാണാന്ന് വിചാരിക്കുന്നു. ഇവിടെ mu/FCK/BD², PU/FCK/BD ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ലൈൻ എടുത്തു. ഓക്കെ, 0.125 എന്ന് പറയുമ്പോൾ ഇത് 0.1, ഇത് 0.11, ഇത് 0.12, ഇത് 0.125 അല്ലെ, ഇടയ്ക്ക് വരും. ഇത് 0.13 ആണ് ഇവിടെ വരും. 0.125ന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാനൊരു ലൈൻ ഇട്ടു. ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 0.125 ഏകദേശം. ഞാൻ ശരിക്കും സ്കെയിൽ വെച്ച് നിങ്ങൾ എടുക്കണം. ഞാനിവിടെ ഇട്ടു. കാണാലോ അല്ലെ? ബ്ലാക്ക് കാണുന്നുണ്ടോ? അത് സ്കെയിലിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഞാൻ ഇട്ട ലൈൻ കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ അവിടെ ഒരു ബ്ലാക്ക് ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇട്ടിട്ട് അപ്പൊ 0.125 ഇവിടെ വരും. ഇനി അടുത്തത് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് PU/FCK/BD എന്ന് പറയുന്ന 0.33 ആണ്. അപ്പൊ ഇത് 0.3, ഇത് 0.32, ഇത് 0.34. അപ്പൊ 33 എന്ന് പറയുന്നത് 333 എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഇത് 0.32 ആണ് അല്ലെ. അപ്പൊ 0.3 എന്ന് പറയുന്നത് ഹാഫിലായിരിക്കും. ഹാഫിനേക്കാളും ജസ്റ്റ് ഒന്ന് മേലെ ആയിരിക്കും. ഞാൻ ഏകദേശം വെച്ചിട്ട് വരയ്ക്കുകയാണ്. ഏകദേശം ആ ഒരു വാല്യൂവിന്റെ അവിടെ വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഈ ലൈൻ വരയ്ക്കും. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കും. ഓക്കെ, അപ്പൊ ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് എവിടെയാ മീറ്റ് ചെയ്യുന്നത്? മീറ്റ് ചെയ്യുന്ന പോയിന്റ് എവിടെയാ? അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് വരച്ചതിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ കറക്റ്റ് ഹാഫ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, എന്നാലും ഏകദേശം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് വരച്ച് ഇത് ജോയിൻ ചെയ്ത പോയിന്റ് നിങ്ങളൊന്ന് നോക്കാം. ജോയിൻ ചെയ്ത പോയിന്റ് നോക്കുക. ആ ജോയിൻ ചെയ്ത പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേവ് ഏതാന്ന് നോക്കുക. ഈ പോകുന്ന കേവിലോട്ട് ടച്ച് ചെയ്തിട്ട് തന്നെയാ അല്ലെ. നമ്മൾ ഈ വരച്ച ലൈനിന്റെ ചെറിയൊരു ഇതൊക്കെ ആയിരിക്കാം. കറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെയാണുള്ളത് അല്ലെ. ഈ ഒരു കേവിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെയാണുള്ളത്. അതിന് ടച്ച് ചെയ്തിട്ട് തന്നെയാണ് ഏകദേശം വരുന്നത്. അപ്പൊ നമ്മുടെ വാല്യൂ എന്ന് പറയുന്ന ആ കേവിലുള്ള വാല്യൂ എത്രയാ? ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാല് 0.08 ആണ് അല്ലെ. നിങ്ങളെ ഇതെടുക്കണേ, എടുത്ത് ജസ്റ്റ് നോക്കണേ. നിങ്ങളുടെ SP16 ചാർട്ട് എടുത്തിട്ട് നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് നോക്കണം. ഓക്കെ, അപ്പൊ ഏകദേശം ഞാൻ വരച്ചത് പ്രകാരം വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.08 ആണ്. 0.08 ആണ് വരുന്നത് അല്ലെ. ഏകദേശം 0.08. ഇൻ കേസ് അത് ജസ്റ്റ് ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ 0.10 എത്തിയിട്ടില്ല, എന്നാൽ 0.08 ക്രോസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 0.09 എന്നുള്ള രീതിയിൽ വാല്യൂ എടുക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, അതായത് ഈ രണ്ട് കേർവിന്റെ ഇടയ്ക്കാണ് ഇത് വന്നിട്ടുള്ളതെങ്കിൽ, ഏകദേശം നടുക്കോ അല്ലെങ്കിൽ കുറച്ചിപ്പുറത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക്, അതായത് ഹാഫ് കഴിഞ്ഞിട്ടില്ല, കുറച്ചിപ്പുറത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 0.09 എന്നുള്ള രീതിയിൽ എടുക്കാം. ഇൻ കേസ് ഹാഫ് ക്രോസ് ചെയ്തിട്ടുണ്ട്, 0.10 എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 0.10 എന്ന് പറഞ്ഞ് തന്നെ എടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കറക്റ്റ്, ഏകദേശം കറക്റ്റ് ആയിട്ട് തന്നെയാണ് 0.08 തന്നെയാണ്. ഇൻ കേസ് ജസ്റ്റ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0.09 എടുക്കണം. ഓക്കെ, അപ്പൊ ഞാനിവിടെ 0.08 എടുക്കുകയാണ്. 0.08 ആണ് അത് പോയിന്റ്സ് ആഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്.
നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത് എടുക്കുന്നതിൽ? ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കോ, വേഗത്തിൽ ചോദിക്കോ. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. അതായത് ഇപ്പം mu/FCK/BD² എന്ന് പറഞ്ഞ വാല്യൂ 0.125 ആണ്. അപ്പം 0.1, 0.11, 0.12, ഇത് 0.13 ആണ്. അപ്പൊ അതിന്റെ ഹാഫിലുള്ള വാല്യൂവിന്റെ അവിടുന്ന് ഞാൻ മേലോട്ടേക്ക് ഒരു ലൈൻ വരച്ചു. നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ സ്കെയില് വെച്ചിട്ട് നോക്കുക ചെയ്യേണ്ടത്. സ്കെയില് വെച്ചിട്ട് കറക്റ്റ് ഹാഫിൽ വെച്ചിട്ട് സ്കെയില് ഒന്ന് വെക്കുക. അതിനുശേഷം ഇവിടെ സ്കെയില് വെച്ചിട്ട് 2 സ്കെയില് വേണ്ടി വരും. ഇവിടെ സ്കെയില് വെച്ചിട്ട് എന്ത് ചെയ്യാം, 0.33 എവിടെയാ വരിക നോക്കുക. അപ്പം 0.3, 0.32, 0.33 ഏകദേശം ഇതിന്റെ ഹാഫിൽ തന്നെ ആയിരിക്കും. ഹാഫിനേക്കാൾ ജസ്റ്റ് ഒന്ന് മേലെയായിരിക്കും. അപ്പൊ അവിടെ വെച്ചിട്ട് ഞാൻ ഒരു ലൈൻ ഇങ്ങോട്ടേക്ക് ഇട്ടു. ഓക്കെ, അതായത് സ്കെയില് ഇങ്ങോട്ടേക്ക് ഇട്ടു. അപ്പൊ 2 സ്കെയിലും കോയിൻസൈഡ് ചെയ്യുന്ന ആ പോയിന്റ് ഏതാ നോക്കുക. ഓക്കെ, അപ്പൊ ആ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഈ കേവില്, ഇന്ററാക്ഷൻ കേവില് ഏത് വാല്യൂ ആയിട്ടാണ് വരുന്നത് നോക്കാം. അപ്പൊ ഇവിടെ 0.08 എന്ന് പറയുന്ന വാല്യൂ ചേർന്നാ വരുന്നത്. അപ്പൊ ഈ കേവ് എന്ന് പറയുന്നത് P/FCK ആണ് അല്ലെ, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു P/FCK ആണ്. അപ്പൊ P/FCK വാല്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന 0.08 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 2 വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് PU/FCK/BD യും mu/FCK/BD² കറസ്പോണ്ടിങ് ആയിട്ട് ചാർട്ട് 33 റെഫർ ചെയ്ത് കഴിഞ്ഞാൽ, ഫ്രം ചാർട്ട് 33 the value of P/FCK corresponding to PU/FCK/BD is equal to 0.333 ആണ്. ഓക്കെ, to PU/FCK/BD and mu/FCK/BD 0.08 ആണ്. ഓക്കെ, ഈ 2 വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് 0.333 PU/FCK/BD യും mu/FCK/BD² 0.125 കറസ്പോണ്ടിങ് ആയിട്ട് 0.08 ആണ്. ഇതെങ്ങനെയാ വരിക എന്നുള്ളതാണ് ഞാനിപ്പോൾ ചാർട്ടിന്റെ അകത്ത് കാണിച്ചത്. അപ്പൊ P/FCK 0.08. അപ്പൊ പെർസെന്റേജ്, P എന്ന് പറയുന്ന പെർസെന്റേജ് ആണ്. അപ്പം പെർസെന്റേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. P is equal to 0.08 into 25. FCK വാല്യൂ 25 ആണ്. അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ 2% എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ കോളത്തിൽ വേണ്ട പെർസെന്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്ന 2% ആണ്. ഓക്കെ, അപ്പം ഇവിടെ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ചാർട്ടിന്റെ അകത്തുനിന്ന് P/FCK വാല്യൂ നമുക്ക് ഡയറക്റ്റ് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ FCK ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പെർസെന്റേജ് ആണെന്നുള്ളത് കിട്ടും. അതായത് P-ന്റെ വാല്യൂ നമുക്ക് കിട്ടും. ഇവിടെ 2% ആ വരുന്നത്. അപ്പം പെർസെന്റേജ് ഓഫ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ പെർസെന്റേജ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു 2%. ഇനി നമ്മൾ ചെക്ക് ചെയ്യണം, കോളത്തില് മിനിമം എത്ര പെർസെന്റേജ് റീഇൻഫോഴ്സ്മെന്റ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 0.8 ആണ് അല്ലെ. 0.8% ആണ് മിനിമം റീഇൻഫോഴ്സ്മെന്റ്. അതായത് ക്രോസ് സെക്ഷൽ ഏരിയന്റെ മിനിമം പെർസെന്റേജ് വേണ്ടത് 0.8%, മാക്സിമം 6% ആണ്. നമ്മൾ ഓൾറെഡി DCS 1 പഠിച്ചതാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണോ ഇത് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇപ്പൊ 2% ആണെങ്കിൽ ഓഫ് കോഴ്സ് അത് തന്നെയാണ്. ജസ്റ്റ് ആ ചെക്ക് ചെയ്യുന്നൊന്ന് എഴുതി കാണിക്കണം പ്രോബ്ലത്തിൽ, എക്സാമിന് ചെയ്യുമ്പോഴൊക്കെ. അപ്പൊ ചെക്ക് ഇതാണ്. ദ പെർസെന്റേജ് ഓഫ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ് റിക്വയർഡ് എന്ന് പറയുന്നത് 2% ആണ്. മിനിമം പെർസെന്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് 0.8%, മാക്സിമം പെർസെന്റേജ് 6%. അപ്പൊ നമ്മുടെ പെർസെന്റേജ് 2 എന്ന് പറയുന്ന 0.8ന്റെയും 6ന്റെ ഇടയിലാണ്. അതുകൊണ്ട് ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റെപ്പിന്റെ 2 പാർട്ട് കഴിഞ്ഞു. അപ്പൊ ഈ 2 പാർട്ടിൽ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഏത് ചാർട്ടാ റെഫർ ചെയ്യേണ്ടതെന്നുള്ള കണ്ടുപിടിച്ചു എ പാർട്ടിൽ. ബി പാർട്ടിൽ നമ്മൾ ഇതിന്റെ അകത്ത് നിന്ന് വരുന്ന പെർസെന്റേജ് എത്രയാന്നുള്ള കണ്ടുപിടിച്ചിട്ട് അത് ചെക്ക് ചെയ്തു ഓക്കെ ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഓക്കെ ആണെന്നുള്ളത് കിട്ടി. 2% റീഇൻഫോഴ്സ്മെന്റ് ആണ് റിക്വയർഡ് ആയിട്ടുള്ളത് എന്നുള്ളത് കിട്ടി. ഇനി എത്ര റീഇൻഫോഴ്സ്മെന്റ് ഇതിൽ കൊടുക്കണം, AC വാല്യൂ എത്രയാന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ AC എന്ന് പറയുന്നത് P/100 into B into D അല്ലെ. AC is equal to, അതായത് ഈ ക്രോസ് സെക്ഷൽ ഏരിയന്റെ ഇത്ര പെർസെന്റേജ് എടുത്താൽ മതി. B into D എന്ന് പറയുമ്പോൾ ക്രോസ് സെക്ഷൽ ഏരിയ ഈ ആ കോളത്തിന്റെ. B എന്ന് പറയുന്നത് 300, D 400 ആണ്. ഓക്കെ, അപ്പൊ ആ ക്രോസ് സെക്ഷൽ ഏരിയന്റെ 2% എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ P/100 into ആ വാല്യൂ ചെയ്യാ അല്ലെ. അപ്പം ഇവിടെ 2% ആണ്. അപ്പോൾ 2% ഓഫ് BD അല്ലെങ്കിൽ 2% ഓഫ് ക്രോസ് സെക്ഷൽ ഏരിയ എന്ന് പറയുമ്പോൾ 2/100 into 300 into 400 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2400 mm² ആണ് റിക്വയർഡ് ഏരിയ കിട്ടുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് 20 mm ഡയന്റെ ബാർ അസ്യൂം ചെയ്ത് നോക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഓഡ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. 2 സൈഡിൽ ഒരേപോലെ വരണം അല്ലെ. ഒരേപോലെ വരുമ്പോൾ എന്തായാലും അത് ഈവൺ നമ്പേഴ്സ് ആണ് വരുന്നത്. അപ്പൊ നമ്മളിവിടെ ഞാൻ 20 mm വെച്ച് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഈ റീഇൻഫോഴ്സ്മെന്റിന് നമ്പേഴ്സ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് DCS 1 പഠിച്ചാണ്. നമ്മൾ പല പ്രോബ്ലംസ് ചെയ്തിട്ട് നമ്പേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തതാണ്.
സർക്കുലർ കോളത്തിൽ 6 നമ്പേഴ്സ് മിനിമം വേണമെന്നുള്ളതും റെക്ടാങ്കുലർ കോളത്തിൽ മിനിമം 4 നമ്പേഴ്സ് വേണമെന്നുള്ളതും നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, സർക്കുലർ കോളത്തിൽ മിനിമം 6 നമ്പേഴ്സ് ഓഫ് റീഇൻഫോഴ്സ്മെന്റും കോളത്തിൽ മിനിമം 4 നമ്പേഴ്സ് ഓഫ് റീഇൻഫോഴ്സ്മെന്റും വേണം. പ്രൊവൈഡ് ചെയ്യുന്ന സിമെട്രിക്കൽ ആയിരിക്കണം, എല്ലാ സ്ഥലത്തും ഒരുപോലെ വരണം. നമ്മൾ ഹാഫ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡും ഒരുപോലെ തന്നെ വരുന്ന രീതിയിൽ വേണം കോളത്തിന്റെ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ. അപ്പൊ ഈവൺ നമ്പേഴ്സ് വേണം പ്രൊവൈഡ് ചെയ്യാൻ, അല്ലെ? അതായത് റെക്ടാങ്കുലർ കോളത്തിൽ ഈവൺ നമ്പേഴ്സ് വേണം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ 20 mm ഡയാബാസ് അസ്യൂം ചെയ്തു. അപ്പൊ നമ്പർ ഓഫ് ബാസ് എന്ന് പറയുന്നത് 2400 ഡിവൈഡഡ് ബൈ 5 into 20 square divided by 4. 20 mm ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പൊ 7.63 എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടി. റൗണ്ട് ചെയ്ത് 8 നമ്പേഴ്സ് കിട്ടി. അപ്പൊ 8 നമ്പേഴ്സ് കിട്ടിയോണ്ട് എനിക്ക് എന്ത് ചെയ്യാം? ഇപ്പം വലിയ സൈഡിൽ രണ്ട് സൈഡിലും 4 നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യാം, അല്ലെ? അപ്പം രണ്ട് സൈഡിൽ ഈക്വലി 4 നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 8 നമ്പേഴ്സ് എനിക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ആയിട്ട് പറ്റും രണ്ട് സൈഡിലായിട്ട്. ഓക്കെ, therefore provide 8 numbers of 20 mm diabars. അപ്പൊ ഇതിന്റെ ASC പ്രൊവൈഡ് എത്രയാ വരിക? 8 into 5 into 20 square divided by 4, 2513.27 mm square ആണ് AST പ്രൊവൈഡഡ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. AST അല്ലെങ്കിൽ ASC ആണ്, സോറി AST അല്ല, എഴുതിയത് മാറിയതാണ്, ASC ആണ്. ASC is equal to area of steel in compression. ASC പ്രൊവൈഡഡ് എന്ന് പറയുന്നത് 2513.27 mm square കിട്ടി. അതായത് 8 നമ്പേഴ്സ് ഓഫ് 20 mm ഡയമീറ്റർ ബാർസ് ആണ് ഈ കോളത്തിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിസൈൻ ഓഫ് ലാറ്ററൽ ടൈസ്. അതായത് ലാറ്ററൽ ടൈസ് എന്ന് പറയുമ്പോൾ ആ സിറപ്പ് പോലെ ചുറ്റി പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ കൊടുക്കണം, ഡിസൈൻ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓൾറെഡി TCS 1 പഠിച്ചതാണ്. രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് അതിന്റെ ഡയമീറ്റർ സെലക്ട് ചെയ്യണം, അതിന്റെ സ്പേസിംഗ് സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഡയമീറ്റർ സെലക്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചതാണ്, അതുപോലെ സ്പേസിംഗ് കൊടുക്കാനും പഠിച്ചതാണ്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ള ഒന്നും കൂടി നോക്കാം. ഡയമീറ്റർ ആണ് ആദ്യം. ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ മാക്സിമം ഓഫ് ദ ഫോളോയിങ്. ഈ താഴെ പറയുന്നതിൽ മാക്സിമം വാല്യൂവിനേക്കാളും കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഒന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ കോളത്തിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ലാർജസ്റ്റ് ബാറിന്റെ 1/4 വാല്യൂ. ഓക്കെ, 1/4 വാല്യൂവിനേക്കാളും കുറയാൻ പാടില്ല. അപ്പൊ 1/4 വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ലാർജസ്റ്റ് ബാർ ഏതാ? എല്ലാം സെയിം ഡയമീറ്ററിൽ തന്നെയുള്ള ബാറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 20 mm ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ബാറിനുണ്ടായ. അപ്പൊ 1/4 into 20 5 mm ആണ്. രണ്ടാമത് ഒരു കാരണവശാൽ 6 mm കുറയാൻ പാടില്ല എന്ന് അവിടെ ബോർഡിൽ പറയുന്നുണ്ട്, IS 456 2000. ഓക്കെ, അപ്പം ഈ 5 mm 6 mm, അപ്പൊ ഈ രണ്ട് വാല്യൂസിനേക്കാളും കുറയാൻ പാടില്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ വലിയ വാല്യൂ എന്ന് പറയുന്നത് 6 mm ആണ്. അപ്പം 6 mm ഡയമീറ്ററുള്ള ബാർ സ്റ്റാൻഡേർഡ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് 6 mm ബാർ അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പൊ 6 mm ബാർ ഞാൻ അസ്യൂം ചെയ്തു. ഇപ്പൊ ഇവിടെ 6.25 അല്ലെങ്കിൽ 6.5 വന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡയമീറ്റർ ബാർ സെലക്ട് ചെയ്യണം. അതായത് 8 mm ഡയാ ബാർസ് സെലക്ട് ചെയ്യണം. ഇവിടെ ഞാൻ 6 mm ബാർസ് സെലക്ട് ചെയ്തു. ഇനി ഇതിന്റെ സ്പേസിംഗ് കണ്ടുപിടിക്കണം. സ്പേസിംഗിന്റെ കേസിലും കോഡിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്പേസിംഗ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ മിനിമം ഓഫ് ദ ഫോളോയിങ്. ഈ താഴെ പറഞ്ഞിരിക്കുന്നതിന്റെ മിനിമം വാല്യൂവിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ് സ്പേസിംഗ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള സ്മോളസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാറിന്റെ ഡയ. സ്മോളസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാറിന്റെ ഡയ എന്ന് പറയുന്നത് 20 തന്നെയാണ്. ഇവിടെ എല്ലാം സെയിം ഡയ തന്നെ യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പൊ 16 ടൈംസ് സ്മോളസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാറിന്റെ ഡയ, അതായത് 16 into 20, അത് നമുക്ക് കിട്ടുന്നത് 320 എന്ന് പറഞ്ഞു കിട്ടും. 320 mm എന്ന് പറഞ്ഞു കിട്ടും. അതുപോലെ രണ്ടാമത് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ 400 300 ഉള്ളതിൽ ചെറുത് ഏതാ? 300 ആണ്. രണ്ടാമത് 300. മൂന്നാമത്തെ ഒരു കാരണവശാലും സ്പേസിംഗ് 300-നേക്കാളും കൂടാൻ പാടില്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 വാല്യൂസിൽ ഏറ്റവും ചെറുത് ഏതാ? ആദ്യത്തെ 320 ആണ്. 2, 3 വാല്യൂ 300 തന്നെയാണ്. അപ്പൊ 300 തന്നെയാണ് ചെറുത്. അപ്പൊ നമുക്ക് 300-നേക്കാളും കൂടാത്തൊരു വാല്യൂ ആണ് സ്പേസിംഗ് പ്രൊവൈഡ് ചെയ്യാൻ. അപ്പൊ 300 mm തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. therefore provide 6 mm dia lateral ties at 300 mm center to center space. അതായത് 6 mm ബാർ ആണ് നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പൊ 6 mm ബാർ സ്പേസിംഗ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 300-നേക്കാളും കൂടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം 6 mm dia lateral ties at 300 mm center to center spacing ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ടിലെ ഡിസൈൻ സമ്മറി നമുക്ക് എഴുതാം. ഇവിടെ ഡിസൈൻ കംപ്ലീറ്റ് ആയി. മെയിൻ ബാസ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യേണ്ടത് 8 numbers of 20 mm ഡയമീറ്റർ ബാസ് ആണ് മെയിൻ ബാസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ലാറ്ററൽ ടൈസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് 6 mm ഡയാ ലാറ്ററൽ ടൈസ് at 300 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫിഗർ ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ നിങ്ങൾക്ക് ക്രോസ് സെക്ഷൻ കാണാം. 300 by 400 ആണ് ഡയമെൻഷൻ വരുന്നത്. ഓക്കെ, അത് മാർക്ക് ചെയ്തു.
അതിനുശേഷം ഇതിൻ്റെ അകത്ത് നമ്മൾ 60 mm ആണ് കവർ വരുന്നത്. ആ കവറും കൂടി ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, എഫക്റ്റീവ് കവർ, അതായത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെയോ എവിടെയെങ്കിലും ഈ എൻഡിന്ന് റീഇൻഫോഴ്സ്മെന്റ് സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ചെയ്യാന്നുള്ളത് കാണിക്കാം. ഓക്കെ, അതും കൂടി കാണിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് തരാം. ഓക്കെ, ഇപ്പൊ 60 ഉള്ളത് കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് കാണിക്കാം. പിന്നെ ഉള്ളത് ഇതിന്റെ അകത്തുള്ള മെയിൻ ബാസ് നമുക്ക് മാർക്ക് ചെയ്യാം. മെയിൻ ബാസ് എന്ന് പറയുമ്പോൾ 2 സൈഡ്സിൽ ഈക്വൽ ആയിട്ട് വരണം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 2 സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിൽ 4 റീഇൻഫോഴ്സ്മെന്റ് ആണ്, ഈ സൈഡിൽ 4 റീഇൻഫോഴ്സ്മെന്റ് ആണ്, ഇവിടെ 2 റീഇൻഫോഴ്സ്മെന്റ് ആണ്, ഈ സൈഡിൽ 2 റീഇൻഫോഴ്സ്മെന്റ് ആണ്. അതായത് 2 സൈഡിൽ ഈക്വൽ ആയിട്ടാണ് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. നമ്മളോട് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ 2 സൈഡിൽ മെയിൻ ബാസ് വരുന്ന രീതിയിൽ, ഈക്വലി വരുന്ന രീതിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മെയിൻ ബാസിന് നമുക്ക് മാർക്ക് ചെയ്യാം 8 numbers of 20 mm ഡയമീറ്റർ ബാസ്. ഞാൻ മാർക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ ലാറ്ററൽ ടൈസ് കൊടുക്കണം. ലാറ്ററൽ ടൈസ് ഇപ്പം മൊത്തത്തിൽ ഒന്നിച്ച് ചുറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലെയർ കൊടുക്കാം. അതിനുശേഷം അതിന്റെ ഉള്ളില് ഒരു ലെയറും കൂടിയും കൊടുക്കണം. അപ്പൊ അത് നമ്മൾ ഈ അകത്തുള്ള ഈ 4 ബാസ് ഒന്നിച്ചാക്കിയിട്ട് ടൈ ചെയ്തു. ഓക്കെ, അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് ഫുള്ള് ഇത് കവർ ചെയ്ത് ഇവിടെ വന്ന് അവസാനിക്കും. അതേപോലെ ഉള്ളിലുള്ളത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ലാറ്റർ ടൈ അവസാനിക്കും. അതായത് ഈ ലാറ്റർ ടൈസിന്റെ എൻഡ്സ് ആണ് കാണുന്നത്. ഓക്കെ, അതായത് ഇതെല്ലാം കറക്റ്റ് ആ പൊസിഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ട്, അതായത് ഈ കോൺക്രീറ്റ് ഒക്കെ വരുന്ന സമയത്ത് ആ പൊസിഷൻ മാറാൻ പാടില്ല. അപ്പൊ ആ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കണം. അതേപോലെ അതിന് ലാറ്ററൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ലാറ്റർ ടൈസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെ, എന്തിനാ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ DCS 1 പഠിച്ചാണ്. അപ്പം പഴയ ക്ലാസ്സസ് ഒക്കെ ഒന്ന് എടുത്ത് റെഫർ ചെയ്യാം. അതുപോലെ ഇപ്പൊ നമ്മൾ ഇവിടെ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ലാറ്റർ ടൈസും പ്രൊവൈഡ് ചെയ്തു, മെയിൻ ബാസും പ്രൊവൈഡ് ചെയ്തു. അപ്പൊ ലാറ്റർ ടൈസ് എത്രയാണ്? 6 mm ഡയ, ലാറ്റർ ടൈസ് 300 mm സെന്റർ ടു സെന്റർ സ്പേസ്. അപ്പൊ ഇത്രയാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പൊ സെക്കൻഡ് പാർട്ട്, റീഇൻഫോഴ്സ്മെന്റ് ഓൺ ഓൾ ദ 4 സൈഡ്സ് ഈക്വലി. അല്ലെ, അതായത് എല്ലാ സൈഡ്സിലും ഈക്വലി, 4 സൈഡ്സിലും ഈക്വലി റീഇൻഫോഴ്സ്മെന്റ്, ഈക്വൽ നമ്പർ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ വാല്യൂസ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് എത്ര ഡയമീറ്റർ ബാർ വരണം, ഏത് ഡയമീറ്റർ ബാർ വരണം, എത്ര നമ്പേഴ്സ് വരണം, അതിന്റെ AC എത്രയാണ്, അതുപോലെ ലാറ്ററൽ ടൈസിന്റെ ഡീറ്റെയിൽസ് എന്താന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് 3 സ്റ്റെപ്പ് നമ്മൾ ഇതിൽ ചെയ്യേണ്ട, കാരണം ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതാണ്. അതായത് ഫാക്ടേർഡ് ലോഡിന്റെ കേസും ഫാക്ടേർഡ് ബെൻഡിങ് മൊമെന്റും. അല്ലെ, ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അതിന്റെ വാല്യൂസ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അടുത്തത് രണ്ടാമത്തത് അതിന്റെ എക്സെൻട്രിസിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. മൂന്നാമത്തത് ചെയ്യേണ്ടത് സ്ലെൻഡർനെസ് റേഷ്യോ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി 4ാമത്തെ സ്റ്റെപ്പിലാണ് ഇതിൽ വ്യത്യാസം വരുന്ന ഏരിയ ഓഫ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ് സ്റ്റെപ്പ് വരുന്നത്. അപ്പൊ ഏരിയ ഓഫ് മെയിൻ റീഇൻഫോഴ്സ്മെന്റിൽ വ്യത്യാസം വരാൻ കാരണം നമ്മൾ ആദ്യം ചെയ്തത് 2 സൈഡിലും ഒരുപോലെ ഈക്വൽ നമ്പർ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് വരുന്നതായിരുന്നു. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് 4 സൈഡിലും ഒരുപോലെ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ചില ക്വസ്റ്റ്യനിൽ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തരില്ല, അതായത് 4 സൈഡിൽ ഒരുപോലെ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ 2 സൈഡിൽ ഒരുപോലെ കൊടുക്കണമെന്നോ ഒന്നും പറയില്ല. ജസ്റ്റ് ഡിസൈൻ ദ കോളം എന്ന് മാത്രമേ പറയുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. 2 സൈഡിൽ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം, 4 സൈഡിൽ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അത് നമ്മൾ എഴുതിയാൽ മതി. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള ആ ഒരു ഫ്രീഡം നമുക്കുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 3 പാർട്ടായിട്ട് നമുക്ക് ഇനി തിരിക്കാം. ആദ്യത്തെ പാർട്ട് ഏത് ചാർട്ടാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് d'/d വാല്യൂ ഫസ്റ്റ് പാർട്ടിൽ 0.15 ആണ്. FY വാല്യൂ 415 ആണ്. പ്രൊവൈഡിങ് റീഇൻഫോഴ്സ്മെന്റ് ഈക്വലി ഓൺ 4 സൈഡ്സ്. അപ്പൊ 4 സൈഡിലും ഈക്വൽ ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന കേസാണ്. FY വാല്യൂ 415, d'/d 0.15. അപ്പൊ നമ്മൾ റെഫർ ചെയ്യേണ്ടത് SP16 ചാർട്ട് നമ്പർ 45 ആണ്. അല്ലെ, നമ്മൾ നേരത്തെ രാവിലെ നോക്കിയപ്പോൾ ചാർട്ട് എടുത്ത കൂട്ടത്തിൽ 45 നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ്. കാരണം ഒരു 2 സൈഡ്സിൽ പറഞ്ഞിട്ട് നമ്മൾ നോക്കിയിരുന്നു. പക്ഷെ അത് 4 സൈഡ്സ് ആയതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ബാക്കിയുള്ള 2 വാല്യൂസും സെയിം ആയിരുന്നു. അതായത് d'/d വാല്യൂം FIന്റെ വാല്യൂം സെയിം ആയിരുന്നു. എന്നാൽ ഇത് മാത്രം റീഇൻഫോഴ്സ്മെന്റ് അറേഞ്ച്മെന്റിൽ മാത്രം വ്യത്യാസമുള്ളത് കൊണ്ട് നമുക്ക് അത് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് ചാർട്ട് നമ്പർ 45. ചാർട്ട് നമ്പർ 45 നിങ്ങൾക്ക് കാണാം FI 415 ആണ്, d'/d 0.15 ആണ്. റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 4 സൈഡ്. ഓക്കെ, അപ്പം നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ചാർട്ടിലുള്ള വാല്യൂസ്, അതായത് PU/FY
FCK-BD, mu/FCK-BD സ്ക്വയർ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ PU/FCK-BDന്റെ വാല്യൂം mu/FCK-BD സ്ക്വയറിന്റെ വാല്യൂ സെയിം ആണ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിന്റെ സെയിം വാല്യൂസ് തന്നെയാണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ചാർട്ട് 45 നിന്ന് P/FCK എത്രയാ വരിക എന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ P/FCK ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് പെയിന്റിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ സെയിം ഫിഗർ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പം ഇതില് നമ്മുടെ mu/FCK-BD സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.125 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ 0.125 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലൈൻ ഇടുകയാണ്. ഇത് 0.1, 0.11, 12, 0.13, 14, 15. അപ്പൊ 0.12 എന്ന് പറയുന്നതാണ്. 125 എന്ന് പറയുമ്പോൾ ഇതിന്റെ ഹാഫിലായിരിക്കും. അപ്പൊ ഞാൻ ഇതിന്റെ ഹാഫ് ഏകദേശം ഇതിന്റെ ഹാഫ് 0.1112 ഇവിടെ ആയിരിക്കും. ഇവിടുന്ന് ഞാൻ ഏകദേശം ഒരു ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇടുകയാണ്. ഓക്കെ, ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് സ്കെയില് വെച്ചിട്ട് എടുക്കുക, കോഡിൽ വരച്ചിടരുത്. ജസ്റ്റ് സ്കെയില് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കിയെടുക്കുക. 2 സ്കെയിൽ യൂസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, വരയ്ക്കരുത്, ഒരു കാരണവശാലും വരയ്ക്കോ മാർക്കോ ഒന്നും ചെയ്യരുത് കോഡിൽ. ഓക്കെ, ഒന്ന് ഞാൻ ഇവിടെ എടുത്തു. വേണമെങ്കിൽ പെൻസിൽ വെച്ച് നിങ്ങൾക്ക് ആ പോയിന്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഡോട്ടൊക്കെ വേണമെങ്കിൽ ഇടാം. അത് മാത്രം പെൻസിൽ വെച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ, പെന്ന് വെച്ചിട്ടൊന്നും ചെയ്യരുത്. ഇനി അടുത്ത വാല്യൂ എന്ന് പറയുന്നത് PU/FCK-BD കറസ്പോണ്ടിങ് ആയിട്ട് 0.333 ആണ് അല്ലെ, 0.333 ആണ്. അപ്പൊ ഞാൻ വീണ്ടും ആ 0.33ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ നോക്കുകയാണ് നേരെ എവിടെയാ വാല്യൂ വരുന്നത് എന്നുള്ളത്. അപ്പൊ 0.3, 0.32, 0.34, 0.36, 0.38, 0.4. അപ്പൊ 0.32 കഴിഞ്ഞിട്ട് ഇതിന്റെ ഹാഫ് 0.3 വരും. 0.33 എന്ന് പറയുമ്പോൾ ഹാഫിനേക്കാളും കുറച്ച് മേലെ, ഇത് കുറച്ചും കൂടി മേലോട്ട് വരണം. 0.33 ഏകദേശം ഇവിടെ ആയിരിക്കും എന്ന് വിചാരിക്കാം. ഓക്കെ, അവിടുന്ന് ഞാൻ നേരെ ഒരു ലൈൻ ഇങ്ങോട്ടേക്ക് വിട്ടു. ഓക്കെ, അപ്പൊ ഇത് എവിടെയാണ് വന്ന് മീറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇത് മീറ്റ് ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് P/FCK വാല്യൂ, അതായത് P/FCKന്റെ കേവ് 0.10 ആണ് ഈ പോയിരിക്കുന്നത് അല്ലെ, 0.10 ആണ് പോയിരിക്കുന്നത്. അപ്പൊ ഇത് 0.10 കഴിഞ്ഞിട്ടാണ്, അതിന്റെ മേലോട്ടാണ് ഉള്ളത് അല്ലെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു 2 വാല്യൂസും തമ്മിൽ മീറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് mu/FCK-BD സ്ക്വയറിന്റെ വാല്യൂ PU/FCK-BDന്റെ വാല്യൂ മീറ്റ് ചെയ്തിരിക്കുന്നത് 0.10 കഴിഞ്ഞിട്ടാണ്. എന്നാൽ 0.12 എത്തിയിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് 0.12 എടുക്കാൻ പറ്റില്ല. നോക്കാം. അപ്പൊ ഇതിന്റെ ഹാഫ് വാല്യൂ എന്ന് പറയുന്നത് എവിടെ വരും? ഇതിപ്പം ഇതിന്റെ രണ്ടിന്റെയും ഗ്യാപ്പ്, ഈ ഗ്യാപ്പിന്റെ ഹാഫ് വാല്യൂ എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി മേലെയായിരിക്കും അല്ലെ. ഹാഫ് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? P/FCK വാല്യൂ 0.11 ആയിരിക്കും. 0.10 കഴിഞ്ഞിട്ട് 0.11 കഴിഞ്ഞിട്ടാണല്ലോ 0.12 എത്തുന്നത്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഈ ഒരു ഗ്യാപ്പിന്റെ ഹാഫ് കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും 0.11ന്റെ വാല്യൂ വരുന്നത്. അപ്പൊ ഈ 0.11 വാല്യൂ വരുന്നതിനേക്കാളും, അതായത് ഇതിന്റെ ഹാഫിനേക്കാളും കുറച്ച് താഴെയായിട്ടാണ് അല്ലെ. 0.1 ക്രോസ് ചെയ്ത് പോയിട്ടില്ല, 0.11 ക്രോസ് ചെയ്ത് പോയിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 0.11 എന്ന് പറഞ്ഞെടുക്കാം P/FCK വാല്യൂ. ഓക്കെ, അതായത് 0.10 കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ 0.10 എന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ അതിനേക്കാളും കുറച്ചും കൂടി കൂടിയ വാല്യൂ എന്ന് പറയുന്നത് 0.11 ആണ്. അത് കഴിഞ്ഞിട്ടാണ് 0.12 വരുന്നത്. 0.12 എന്ന് പറയുന്നത് ഈ കേവ് ആണ്, അത് എത്തിയിട്ടില്ല. അതിന്റെ ഈ രണ്ടിന്റെയും ഗ്യാപ്പിന്റെ ഹാഫും എത്തിയിട്ടില്ല. അപ്പൊ ഹാഫിനേക്കാളും മുന്നേ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? P/FCK വാല്യൂ എന്നുള്ളത് 0.11 എന്ന് പറഞ്ഞെടുക്കാം. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ P/FCK നമുക്ക് 0.11. ഓക്കെ, അപ്പം നമ്മള് ചാർട്ടിന്റെ അകത്തുനിന്ന് നമുക്ക് വാല്യൂ കിട്ടി. P/FCK = 0.11 കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ. P/FCK 0.11 കിട്ടി. അപ്പൊ പെർസെന്റേജ് എന്ന് പറയുന്നത് 0.11 × 25, ദാറ്റ് ഈസ് 2.75% എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ പെർസെന്റേജ് ഓഫ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ് റിക്വയർഡ് എന്ന് പറയുന്നത് 2.75% ആണ്. ഇനി നമ്മൾ ജസ്റ്റ് അത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുമ്പോൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ 0.8%-നേക്കാളും ക്രോസ് സെക്ഷൽ ഏരിയന്റെ 0.8%-നേക്കാളും കൂടുതലാണെന്നുള്ളതും അതുപോലെ 6%-നേക്കാളും കുറവാണെന്നുള്ളതുമാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. അപ്പൊ നമുക്കറിയാം വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് അങ്ങനെ തന്നെയാണെന്നുള്ളത് നമുക്കറിയാം. എന്നാലും എക്സാം പോയിന്റ് ഓഫ് വ്യൂ അതൊന്ന് ചെക്ക് ചെയ്ത് കാണിക്കണം. ചെക്ക് ചെയ്യുന്നതിന് മാർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ദ പെർസെന്റേജ് ഓഫ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ് റിക്വയർഡ് ഈസ് 2.75%.
2.75. അക്കോർഡിംഗ് ടു IS 456-2000 മിനിമം പെർസെന്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന 0.8% ആണ്. മാക്സിമം പെർസെന്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് 6% ആണ്. ഓക്കെ, അപ്പോൾ 0.8 ഈസ് ലെസ് ദാൻ 2.75 ലെസ് ദാൻ 6, അതായത് 6-ന്റെയും 0.8-ന്റെയും ഇടയ്ക്ക് തന്നെയാണ് 2.75 വരുന്നത്. അതുകൊണ്ട് ഓക്കെ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രണ്ടാമത്തെ പാർട്ടും കഴിഞ്ഞു. ഓക്കെ, അതായത് നമ്മൾ പെർസെന്റേജ് ഫൈൻഡ് ഔട്ട് ചെയ്തു, 2.75% ആണ് വേണ്ടതെന്നുള്ളത്. ഇനി ASC ഫൈൻഡ് ഔട്ട് ചെയ്യാൻ മൂന്നാമത്തെ പാർട്ടിൽ ഏത് ഡയ ബാർ പ്രൊവൈഡ് ചെയ്യണം, എത്ര നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യണം, ASC പ്രൊവൈഡഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ASC എന്ന് പറയുന്നത് P/100 ഇൻറ്റു B ഇൻറ്റു D. ഓക്കെ, അപ്പം P എന്ന് പറയുന്നത് 2.75/100, അതായത് പെർസെന്റേജ് ആക്കുമ്പോൾ ഡിവൈഡ് ബൈ 100 ചെയ്യണം. അപ്പൊ 2.75/100 ഇൻറ്റു B 300 D 400. അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3300 mm² എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ ഞാനിവിടെ 25 mm ബാർ അസ്യൂം ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ ഇവിടെ എഴുതുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒന്ന് കാൽക്കുലേറ്ററിൽ ഒന്ന് അടിച്ചു നോക്കാം. അടിച്ചു നോക്കിയിട്ട് എത്രയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇതിൽ എഴുതിയാൽ മതി. കാരണം പിന്നെ നമ്മൾ ആദ്യമേ ഇതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ വന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും വെട്ടിയിട്ട് മാറ്റി എഴുതണം. ഇപ്പൊ വെട്ടിയും തിരുത്തി ഇടുന്നതിലും നല്ലത് ആദ്യം തന്നെ ഇപ്പൊ ASC വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ 4.25 ബാറും 4.20 ബാറും ഇട്ടിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ 25 വരുമ്പോൾ എത്ര എണ്ണം വരും എന്നുള്ള ചെക്ക്, അങ്ങനെ ഓരോന്നും ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് നമ്മൾ ഇവിടെ എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ 25 mm ബാർ നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബാർസ് എന്ന് പറയുന്നത് 3300 ഡിവൈഡ് ബൈ 5 × 25² ഡിവൈഡ് ബൈ 4, അതായത് ഒരു ബാറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 6.72 കിട്ടി. അപ്പൊ നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 8 നമ്പേഴ്സ് എന്നുള്ള രീതിയിൽ എടുക്കാം. കാരണം 7 നമ്പേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, സിമെട്രി നഷ്ടപ്പെടും. അതേപോലെ എല്ലാ സൈഡിലും ഒരുപോലെ പ്രൊവൈഡ് ചെയ്യേണ്ടതുകൊണ്ട് നമുക്ക് 8 നമ്പേഴ്സ് എന്നുള്ള രീതിയിൽ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ 8 നമ്പേഴ്സ് നമ്മൾ എടുത്തു. Therefore provide 8 numbers of 25 mm dia bars. അപ്പം ASC provided, ഇവിടെ AST അല്ല ASC provided ആണ്, അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ട് നോട്ട് ഇടാം. ASC provided is equal to 8 × 5 × 25² divided by 4. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3926.99 mm² കിട്ടും. അപ്പൊ ASC provided എന്ന് പറയുന്നത് 3926.99 mm² ആണ്. ഇനി ഡിസൈൻ ഓഫ് ലാറ്ററൽ ടൈസ് ചെയ്യണം. ലാറ്ററൽ ടൈസ് ചെയ്യുമ്പോൾ ആദ്യം ഡയ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ ഡയ സെലക്ട് ചെയ്യാൻ ഡയ ഈ രണ്ട് വാല്യൂസിലുള്ള മിനിമം വാല്യൂവിനേക്കാളും കുറയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തത് ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാറിന്റെ 1/4 കുറയാൻ പാടില്ല. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള 25 mm ബാർ ആയതുകൊണ്ട് 25/4 എന്ന് പറയുന്നത് 6.25 ആണ്. ഒരു കാരണവശാലും നമ്മൾ ലാറ്ററൽ ടൈസിന്റെ ഡയമീറ്റർ 6.25 mm കുറയാൻ പാടില്ല. രണ്ടാമത്തെ 6 mm കുറയാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റാൻഡേർഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റിന്റെ സൈസ് എന്ന് പറയുന്നത് 8 mm ആണ്. അതുകൊണ്ട് തന്നെ 8 mm ഡയാബാസ് നമുക്ക് അസ്യൂം ചെയ്യാം. Therefore assume 8 mm ഡയാബാസ്. പിന്നെ ഉള്ളത് സ്പേസിംഗ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സ്പേസിംഗ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ദ മിനിമം ഓഫ് ദ ഫോളോയിങ്. ഈ മൂന്നെണ്ണത്തില് ഏതാണോ മിനിമം അതിനേക്കാളും സ്പേസിംഗ് കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ 16 × D. അപ്പൊ 16 × D എന്ന് പറയുന്നത് ഇവിടെ സ്മോളസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ ആണ്. അപ്പൊ ഇവിടെ എല്ലാം 25 ആയതുകൊണ്ട് നമുക്ക് D25 തന്നെയാണ്. അപ്പൊ 16 × 25 ദാറ്റ് ഈസ് 400 mm വരും. രണ്ടാമത്തത് ലീസ്റ്റ് ലാറ്റർ ഡയമെൻഷൻ 300 mm. മൂന്നാമത്തത് ഇതിന് 300-നേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ചെറുത് 300 ആണ്. Therefore provide 8 mm dilateral ties at 300 mm center to center. ഓക്കെ, ഇനി അതിന്റെ സമ്മറി നമുക്ക് എഴുതാം. രണ്ടാമത്തെ പാർട്ടിന്റെ സമ്മറി മെയിൻ ബാസ് 8 numbers of 25 mm ഡയാബാസ് ആണ്. ലാറ്റർ ടൈസ് 8 mm ഡയാലാറ്റർ ടൈസ് at 300 mm center to center spacing ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഫിഗർ വരയ്ക്കാം. ഫിഗർ വരച്ചാൽ ഇങ്ങനെ ഉണ്ടാവുക. 300 സൈസ് ബ്രെഡ്ത്ത്, അതിന്റെ അനദർ ഡയമെൻഷൻ 400 mm. 300 mm by 400 mm. ഇനി അതിൻ്റെ അകത്ത് നമുക്ക് ടൈസ് വരയ്ക്കാം, ലാറ്റർ ടൈസ് വരയ്ക്കാം. ലാറ്റർ ടൈസ് ആ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ഇപ്പൊ നമ്മൾ 40 ആണെങ്കിൽ ആ 40 കറസ്പോണ്ടിങ് ആയിട്ടാണ് ചുറ്റും വരുന്നത് ലാറ്റർ ടൈസ്. അതിൻ്റെ അകത്ത് നമ്മളെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് വരും. ഓക്കെ, മെയിൻ റീഇൻഫോഴ്സ്മെന്റ് 8 എണ്ണം വരും. നമ്മൾ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്താൽ 1 2 3 4 5 6 7 8. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ 3 എണ്ണം ഉണ്ട് അല്ലെ, 3 ബാസ് ആണ് എല്ലാ സൈഡിലും ഉള്ളത്. 3 ബാസ് ആണ്. ഈ സൈഡിൽ 3 ബാർ ഉണ്ട്, ഈ സൈഡിൽ 3 ബാർ ഉണ്ട്, ഈ സൈഡിൽ 3 ബാർ ഉണ്ട്, ഈ സൈഡിൽ 3 ബാർ ഉണ്ട്. അപ്പൊ ഇതിൽ ഈ കോർണേഴ്സിൽ വരുന്നൊക്കെ കോമൺ ആണ്. ഈ ബാർ എന്ന് പറയുന്നത് ഈ സൈഡിനും കോമൺ ആണ്, ഈ സൈഡിനും കോമൺ ആണ്. ഓക്കെ, അപ്പൊ എല്ലാ സൈഡിലും 3 എണ്ണം വരും എന്ന് പറഞ്ഞാൽ ടോട്ടൽ 12 വരുന്നല്ല. കോമൺ ആയിട്ട് വരുന്നത് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ടോട്ടൽ 8 നമ്പേഴ്സ് ആണ്. എന്നാൽ എല്ലാ സൈഡിലും 3 ബാർസ് വെച്ച് വരും. ആ ഒരു രീതിയിൽ ഇമാജിൻ ചെയ്യണം. അപ്പൊ 12 എണ്ണം പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാ സൈഡിലും 4 എണ്ണം വെച്ച് വരും. ഓക്കെ, ഇവിടെ 4 എണ്ണം, ഇവിടെ 4 എണ്ണം, ഇവിടെ 4 എണ്ണം, ഇവിടെ 4 എണ്ണം. അപ്പൊ
കോമൺ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് അതിൽ വരുമ്പോൾ ടോട്ടൽ 12 നമ്പർ ഓഫ് ബാർസ് ആണ് വരിക. ടോട്ടൽ നമ്പർ ഓഫ് ബാർസ് വരിക. എന്നാൽ ഈച്ച് സൈഡിൽ 4 ബാർസ് വെച്ച് വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടെ ഇതിന്റെ അകത്ത് 8 നമ്പേഴ്സ് ബാർസ് കൊടുത്തു. അതായത് ഓരോന്നിന്റെയും ഓരോ സൈഡിന്റെയും മിഡിലായിട്ട് ഓരോ ബാർ വെച്ച് പ്രൊവൈഡ് ചെയ്തു. കോർണേഴ്സിൽ ഓരോ ബാർ പ്രൊവൈഡ് ചെയ്തു. അപ്പൊ ടോട്ടൽ 8 നമ്പേഴ്സ് ആണ്. അപ്പൊ ഇനി ഇൻ കേസ് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിരുന്നു അല്ലെ, ഇതുപോലെ നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്ന പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 425 420 ആണെങ്കിൽ ഇപ്പം ഈ 425 നിങ്ങൾക്ക് കോർണേഴ്സിൽ കൊടുക്കാം, ഇൻസൈഡ് നിങ്ങൾക്ക് 420 കൊടുക്കാം. ആ റിക്വയർഡ് ഏരിയനേക്കാളും കൂടുതൽ ഉണ്ടാവണം, അല്ലെങ്കിൽ റിക്വയർഡ് ഏരിയെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ 8 നമ്പേഴ്സ് ഓഫ് 25 mm ഡയമീറ്റർ ബാർസ് ഞാൻ മാർക്ക് ചെയ്തു. ഇതിന്റെ അകത്തും കൂടി എന്ത് ചെയ്യണം, ടൈസ് വരയ്ക്കണം. കാരണം ഈ 4 ബാറിനെയും കറക്റ്റ് ആയിട്ട് ആ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ എന്തായിരിക്കും കണക്ഷൻ, ഇവിടെ തീരെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അത് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ലൊക്കേറ്റഡ് ആവാനും ആ ഒരു സ്റ്റെബിലിറ്റി പ്രോപ്പർ ആയിട്ട് കിട്ടാനും ഉള്ള സാധ്യത കുറയും. അതുകൊണ്ട് തന്നെ ഈ എല്ലാ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റിനും പ്രോപ്പർ ആയിട്ട് ടൈ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ 4 ബാർസിനെ കണക്ട് ചെയ്തിട്ട്, കോർണേഴ്സിലുള്ള 4 ബാർസിനെ കണക്ട് ചെയ്തിട്ട് ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വന്ന് എൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ 4 ബാർസിനെ കണക്ട് ചെയ്തിട്ട് മിഡിലുള്ള 4 ബാർസിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ തന്നെ എൻഡ് ചെയ്യുന്ന രീതി. ഓക്കെ, അതിന്റെ കോർണേഴ്സ് എൻഡ്സ് നിങ്ങൾക്ക് കാണാം. ആ ലാറ്റർ ടൈസിന്റെ എൻഡ്സ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് കാണാം. ഓക്കെ, അപ്പൊ ടൈസിനെ നമുക്ക് എഴുതാം 8 mm ഡയ ലാറ്റർ ടൈസ് 300 mm സെന്റർ ക്രോസ് സെക്ഷൻ. ഓക്കെ, അതുപോലെ ഞാനിവിടെ ഇതിന്റെ കവറും കൂടി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എഫക്റ്റീവ് കവർ. അതായത് ഒരു സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു എൻഡിൽ നിന്ന് ഇതിന്റെ മെയിൻ ബാസിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 mm ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും ഞാൻ മാർക്ക് ചെയ്തു മാത്രം. ഓക്കെ, അപ്പോൾ ക്രോസ് സെക്ഷൻ കംപ്ലീറ്റ് ആയി. നമ്മൾ പ്രോബ്ലത്തിന്റെ 2 പാർട്ടും നമ്മൾ ചെയ്തു. ഫസ്റ്റ് പാർട്ടും ചെയ്തു, സെക്കൻഡ് പാർട്ടും ചെയ്തു. ഇൻ കേസ് നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ വരയ്ക്കാൻ പറയുകയാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ വരയ്ക്കാനുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലെ. നമ്മുടെ DCS 1 ഓൾറെഡി എല്ലാ പ്രോബ്ലത്തിന്റെയും ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രോസ് സെക്ഷൻ്റെ നിങ്ങൾക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, കാരണം നമ്മൾ പഠിച്ചതായതുകൊണ്ട്. ഓക്കെ, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അതും കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ ആണല്ലോ.